ഹലോ ഗായ്സ്, എൻ്റെ പേര് ജഡ്ജ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ സീരീസ് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സീരീസിൻ്റെ പേര് ആക്ഷൻസ് ആൻഡ് സ്റ്റഫ്. ഗൈസ്, നമ്മളങ്ങനെ ആക്ഷൻസ് ആൻഡ് സ്റ്റഫ് എന്ന സീരീസിലെ ഒരു പുതിയ സീരീസ് തുടങ്ങാൻ പോവുകയാണ്. ഇത് അടിപൊളി സീരീസാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണാനായിട്ട് എന്തൊരു ആനിമേഷനാണ് നോക്കിയാൽ എനിക്ക് ഇത് പൊളി സീരീസാണ്. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് മൊത്തമായിട്ട് കാണണം. അപ്പോൾ ലൈക്ക് അടിക്കാത്തൊരു ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, നമ്മൾ ഒരു വില്ലേജിൻ്റെ സീഡ് 852 സീഡിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ലെറ്റ്സ് പ്ലേയുടെ സീഡ് തന്നെ. അതിൽ ഞാൻ കുറച്ച് ടൂൾസൊക്കെ ഉണ്ടാക്കി, കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ വില്ലേജും വിട്ട് നമ്മൾ നേരെ ഒരു ചെറി ബ്ലോസത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ ഈ ചെറി ബ്ലോസം ഫോറസ്റ്റിനുള്ളിലായിരിക്കും സർവൈവ് ചെയ്യാൻ പോകുന്നത്. കുറേ ബിൽഡും ഒക്കെ നമ്മൾ ഇവിടെ ആയിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, ഇതാണ്. ഇത് ഒരു നല്ല ചെറി ബ്ലോസമാണ്. ആകെ 4-5 മരം വെട്ടിയപ്പോൾ തന്നെ ഇതാ ഒരു സ്റ്റാക്ക് 5 എണ്ണം. അതും ഇതാ കണ്ട, കുറച്ച് മരം ഞാൻ വെട്ടിയിട്ടുള്ളൂ. ഇതൊക്കെ രണ്ട് സാപ്പിളിങ്ങൊക്കെയാണ് ഒരു മരത്തിൽ നിന്നൊക്കെ കിട്ടുന്നത്. ഇത് വളരണമെന്നൊന്നുമില്ല. പിന്നെ നമ്മുടെ ആനിമേഷൻ കണ്ട ഗൈസ്, പൊളിയാണ്. നമ്മളെവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ഈ നാറി എന്താ ഇവിടെ കണ്ട ഗൈസ്. ആനിമേഷൻ നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ മുകളിലേക്ക് നോക്കിയാൽ മതി. നിങ്ങൾക്ക് നന്നായിട്ട് ആനിമേഷൻ കാണാൻ പറ്റും. അയ്യോ, എൻ്റെ ബേസ് എവിടെയായിരുന്നു? ഓക്കെ, ഇന്നത്തെ നമ്മുടെ പരിപാടി, നമ്മളിവിടെ ഒരു വീട് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിലെ വീട് ഞാനിപ്പോൾ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരു അടിപൊളി വീട് നല്ല ഉണ്ടാക്കണ ഒരു കുഞ്ഞു വീടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടുണ്ടാക്കാനുള്ള റിസോഴ്സസ് ഒപ്പിക്കാം. 2 സ്റ്റാക്ക് വുഡാണ് വേണ്ടത്, ലോഗാണ് വേണ്ടത്. അപ്പം നമ്മൾ അത് ഒപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതിന് എപ്പോൾ കഴിയുമോ എന്തോ. അത് പെട്ടെന്ന് കഴിയും ഗൈസ്, കാരണം നമ്മൾ ഒരു ചെറിയ ബ്ലോസത്തിൽ തന്നെ 40 കണ്ടാണ് എനിക്ക് നേരത്തെ കിട്ടിയത്. ഇത് വലിയൊരു മരമാണ്. ഇത് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ട് മരങ്ങളൊക്കെ. ആ ലീവ്സിന് ഡിസപ്പിയർ ആവില്ലല്ല, അതിന് ആ മരം വെട്ടണം. നമുക്കിങ്ങനെ ലോങ് റേഞ്ചിൽ ബെഡ് റോക്കിൽ കയ്യെത്തും. അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ബാക്കിയുള്ള മരം കൂടി പെട്ടെന്നങ്ങ് മുറിച്ചേക്കാം. ഇത് പൊളിയാണ് കേട്ടോ. അത് പെട്ടെന്ന് മുറിയും. സ്റ്റോൺ ആക്സ് വെച്ചിട്ടാണ് ഞാൻ അടിക്കുന്നത്. ആനിമേഷൻ കണ്ടോ നിങ്ങൾ? ആനിമേഷൻ പൊളിയാണ് ഗൈസ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒന്ന് ഒപ്പിക്കാം. ഗൈസ്, സൂര്യനെ കണ്ടോ? പൊളി. പിന്നെ നമുക്ക് വേണമെങ്കിൽ വേറെയും നമ്മൾ ചെറിയ ബ്ലോസം കൊണ്ട് ഉണ്ടാക്കുന്ന വെച്ചാൽ ഒരു പിങ്ക് ഹൗസ്, പിങ്കല്ല, ഇതൊരു പിങ്ക് പോലത്തെ ഒരു ഹൗസ് ഉണ്ടാക്കിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വീടുണ്ടാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിക്കാം. ഗൈസ്, എൻ്റെ പിക്കാക്സ് പൊട്ടി. ഇത് നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? പെട്ടെന്ന് ബേസിൽ പോയി കുറച്ച് പിക്കാക്സ് ഉണ്ടാക്കണമല്ലോ. ഇവിടെ പെട്ടെന്ന് പോകാനുള്ള വഴി ഞാൻ മറന്നുപോയി. ഈ വഴി തന്നെ ഇങ്ങനെ അങ്ങ് പോയി. അയ്യോ, അറത് എനിക്കാരെയും പേടിയില്ല. ഇതാ കേവല്ലേ, അപ്പം ഇങ്ങോട്ട് എനിക്ക് ആരെയും പേടിയില്ല. ദോ നിൽക്കുന്നു, ഇതോടെ വെളിച്ചം കാണാം. എനിക്കാരെയും പേടിയില്ല. കിടന്നുറങ്ങ്. ക്രാഫ്റ്റിംഗ് അല്ല, കിടക്ക്. ശുഭദിനം. ഓക്കെ, അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആക്സിന് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഇനി നമുക്ക് ബാക്കി മുറിക്കാം. അയ്യോ, പച്ചപ്പുൾച്ചാടി ഇവനെ പൊട്ടി. എന്തൊരു ചെയ്യുമല്ലയ്യ നമ്മൾ, എന്തൊരു ചെയ്യും. ഇത് കയ്യിരിക്കുമ്പോൾ അത് നോക്കിയേ. ഒരു മിനിറ്റ്, ഞാനൊരു ബാക്ക് ക്യാമറ പെർസ്പെക്റ്റീവ് മാറ്റിയിട്ട് കാണിച്ചു തരാവേ. എന്തൊരു ഭംഗി നോക്ക്. ഏതാ സാധനം? ബ്രെഡ് തിന്നുമ്പോൾ ആനിമേഷൻ കണ്ട. ഇതെന്താ കേട്ടോ, ഒരു ബാസ്ക്കറ്റിൽ പിടിച്ചേക്കണ്. മൈൻക്രാഫ്റ്റിൻ്റെ ഓരോ ഇത്. ഇതൊക്കെ ഉണ്ടത്.
ഗൈസ്, ദിസ് ഈസ് മൈൻക്രാഫ്റ്റ്. ഈ മോഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഗൈസ്. ആ ക്രീപ്പർ ഒരു മരത്തിൻ്റെ മുക്കാ ഭാഗവും തീർന്നു കളഞ്ഞാ. നമുക്കിത് ഇവിടെ വല്ലോടത്ത് നഷ്ടപ്പെട്ടാം. സ്പാം ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇനി നമുക്ക് നല്ല മരം മുറിക്കാം. നമുക്കൊരു 10 ക്രീപ്പറിനെ കൊണ്ടുവന്നിട്ട് പൊട്ടിത്തെറിപ്പിച്ചിട്ട് അവിടെ ഒരു വലിയൊരു പോണ്ട് ഉണ്ടാക്കി കിട്ടാല്ല. എങ്ങനെ ഇരിക്കും? ഇത് ചെറിയ വീടാണ്, പക്ഷെ എനിക്ക് പിന്നെയും വുഡിൻ്റെ ആവശ്യം വരുമോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു കുറേ ലോഗ് എടുക്കുന്നത്, ഇത്ര അധികം ലോഗ് എടുക്കുന്നത്. അപ്പം എത്രയായി? 50 പെട്ടെന്ന് തന്നെ നമുക്ക് ഒപ്പിക്കാൻ പറ്റും. കണ്ടോ കേസ്, ഇതെൻ്റെ രണ്ടാമത്തെ മരം, അല്ല 2, 3, 4 എത്രാമത്തെ മരമാണ്. അങ്ങനെ 50 ലോഗ് നമ്മൾ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരുപാട് ഒപ്പിക്കാനുണ്ട്. എന്തായാലും ടെക്നോ ബ്ലേഡ് നെവർ ഡൈസ്. ബട്ട് പന്നീനെ പന്നിയുടെ ഫുഡ് ഭയങ്കര അടിപൊളിയാണ്. കളി ഗെയിമിൽ ബെസ്റ്റ് ഫുഡാണ്. കാരണം എൻ്റെ ഫുഡ് നല്ലോണം പോർക്ക് പെട്ടെന്ന് ഹീലാക്കി. പിന്നെ ഒരുപാട് നേരം ഇങ്ങനത്തെ ഹങ്കർ വരുള്ളൂ. എനിക്കങ്ങനെയാണ്, ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. എല്ലാം മൈൻക്രാഫ്റ്റിൻ്റെ കളികളല്ലേ. കറക്റ്റ് 2 സ്റ്റാക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീട് കണ്ടുപിടിക്കാൻ പോകാം. പിന്നൊരു കുഴപ്പമുണ്ട്, നമ്മൾ വീടൊക്കെയുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ടില്ല. വീട് എങ്ങനെ ഉണ്ടാക്കണം, വീടിൻ്റെ ഡിസൈനൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ വീടൊക്കെയുള്ള സ്ഥലമില്ല. വീടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു വീടാണ് ഗൈസ്, വളരെ ചെറിയൊരു വീടാണ്. നിങ്ങൾ അത്രയും പ്രതീക്ഷ ഒന്നും കൊടുത്തിട്ട് കാണണ്ട. ഇവിടെ നല്ല പ്ലെയിൻസ് ഉണ്ട്, ഇവിടെ വീടൊക്കെ. പക്ഷെ എൻ്റെ ബേസ് കാണാനില്ല. അതാണ് ഞാൻ തപ്പി നടക്കണത്. ഒരു മിനിറ്റ്, അതിൻ്റെ കോർഡിനേറ്റ്സ് എടുത്ത് ഇവിടെ നിന്ന് കോർഡിനേറ്റ്സ് എടുത്ത് ഇവിടെ നേരെ പോയാൽ മതി. ഓക്കെ, നമ്മുടെ വീടിൻ്റെ ഡിസൈൻ ഇപ്പം ഞാൻ പണിയാൻ പോവാണ്. ബേസൊക്കെ കണ്ടുപിടിച്ച് ഞാൻ വിചാരിച്ചു ഞാൻ റെക്കോർഡിങ് കാണുന്നു. അയ്യോ, ഓക്കെ, ഇവിടെ ചെറിയ വീട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ചെറിയ വീട്. ചെറിയതിനെയും കാട്ടി ചെറിയ വീടല്ല ഇത്. കുറച്ച് ചെറുതൊക്കെയാണ് ഇത്. അത്യാവശ്യം ഞാൻ ചെറുതാക്കി പണിയുന്നുള്ളൂ. എനിക്ക് അത്രയും വലിയ വീട് വേണമെന്ന് ഒരാഗ്രഹമില്ല. നമുക്കിത് ആവശ്യം വരും ഗൈസ്, എപ്പോഴെങ്കിലും ആവശ്യം വരും. ഓക്കെ, ഈ വീടാന്ന് കരുതി ഡീറ്റെയിലിംഗ് ഒന്നും കൊടുക്കില്ല എന്ന് നിങ്ങൾ പറയരുത്. ഇപ്പോൾ ഡീറ്റെയിലിംഗ് നമ്മൾക്ക് ഇത്രയും ഡീറ്റെയിലിംഗ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനെ ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, ഇതിൻ്റെ ഡിസൈൻ ഇപ്പോൾ എങ്ങനെ ഞാൻ പണിയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിപ്പോൾ ചെറിയ വീടാണെന്ന് ഞാൻ പറയുന്നുണ്ട്, പിന്നെയും പറയുന്നു. അതാണ് എനിക്കിഷ്ടം. കാരണം നമ്മൾക്കിതിൽ വലുതായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് സർവൈവ്, പിന്നെ കുറച്ച് ബിൽഡ്സൊക്കെ കൊണ്ടുവരണം. ഇതും വളരെ ഈസി ആയിട്ടുള്ള ബിൽഡ്സ് മാത്രമേ ഞാൻ കൊണ്ടുവരുള്ളൂ. പിന്നെ ഞാൻ സ്പീഡ് റണ്ണൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് അവിടെ ഒരു ഡീറ്റെയിൽ കൊണ്ടുവരണം. ഓക്കെ, ഇത് വെച്ചപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാക്ക് കഴിഞ്ഞ്. നമുക്ക് വോള് വെക്കാം. വോള് പിന്നെ വലിയ പണിയൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ വെച്ചാൽ മതി. ഇത് പിന്നെ ആക്ഷൻ സ്റ്റഫിൽ ഇതിൽ കുറച്ചും കൂടി ടെക്സ്ചർ ഉണ്ട് കേട്ടോ. ഇത് പിന്നെയും കൊള്ളാം നോർമൽ മൈൻക്രാഫ്റ്റിനെ കാട്ടി കാണാൻ. ആൻഡ് ഈ വോൾ എനിക്കിഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇവിടെ പോകണം. ഞാൻ ഇവിടെ 2 റൂം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. 2 റൂം കൊണ്ടുവന്നിട്ട് അവിടെ നമുക്ക് വേറെ ബിൽഡ്, ഒരു റൂമിൽ ഒരു സ്റ്റോറേജ്, മറ്റേ റൂമിൽ ഇത്. എൻ്റെ വുഡ് കഴിഞ്ഞ്
ഡീറ്റെയിലിംഗ് അത്ര കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓ ഗൈസ്, ദിസ് ഈസ് അടിപൊളി. ഇവിടെ 2 ബ്ലോക്ക് അങ്ങ് എടുത്ത് കളഞ്ഞു. അയ്യോ, ഗ്ലാസ് ഇല്ലല്ല. കുഴപ്പമില്ല ഗൈസ്, ഗ്ലാസ്സിനൊക്കെ നമുക്ക് ട്രാപ്പ് ഡോർ അഡ്ജസ്റ്റ് ചെയ്യാം. ഗ്ലാസ്സിനാണ് നമുക്ക് വരുന്ന എപ്പിസോഡിൽ ഒപ്പിക്കാം. ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആയി പോയോ അതോ ലെങ്ത് കുറഞ്ഞു പോയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തു. പിന്നെ ഈ വീടിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതിൻ്റെ ഡോറ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ ആയിരിക്കും ഡോറ് വരാം. ഞാൻ അങ്ങനെ വെച്ചു. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനില്ല. ഞാനിവിടെ ഇതന്നെ വെക്കുമെന്നുള്ളൂ. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്കിവിടെ വെക്കാം. നിങ്ങൾ ലൈക്ക് അടിച്ചില്ല ഗൈസ്, ലൈക്ക് അടിച്ചില്ലെങ്കിൽ നിങ്ങളെ ചാത്തൻ പിടിക്കും. ചാത്തൻ. ഇവിടെ നമുക്കൊരു സെൻറ്റർ ബ്ലോക്ക് വേണമല്ലോ. അയ്യോ, അതവിടെ കൊണ്ടുവച്ച്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ വീട്. ഓ, എന്ത് ഭംഗി നോക്ക്. ഇത് ഭംഗിയൊന്നുമില്ലെങ്കിലും നല്ല ഭംഗിയുണ്ട്. ഇവിടെ നമ്മൾ എന്നിട്ട് ഒരു വോള് പണിയും. ഇവിടെ നമ്മൾ ഒരു റൂമാണ് പണിയാൻ പോകുന്നത്. അയ്യോ, ഈ റൂമിന് എന്തപ്പോ സംഭവിച്ചേ? മനുഷ്യൻ രൂപ പേടിച്ചു പോയി. ഞാൻ പെട്ടെന്ന് പേടിച്ചില്ല, റിഫ്ലക്സ് അടിച്ച് പെട്ടെന്ന് തന്നെ അവനെ കൊന്നുള്ളത്. ഞാൻ മനുഷ്യൻ പേടിച്ചിട്ട് വിറച്ചിട്ട് കയ്യും കാലൊക്കെ വിറച്ചിട്ട് അവനെ തന്നെ കൊന്നുകളഞ്ഞു ഞാൻ. റിഫ്ലക്സ് അടിച്ചല്ല, പേടിച്ചിട്ട് കൈ തട്ടി ചത്തുപോയതാണ് അവൻ. അങ്ങനെ ഇതും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ 2 റൂമായി. എൻ്റെ ടൈലിൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമാക്കണം. അയ്യോ, റൂഫ് വെച്ചില്ല. അതൊക്കെ റൂഫൊക്കെ നമുക്ക് നാളെ വെക്കാം. ടൈല് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇത് സ്ട്രിപ്പ് ചെയ്തിട്ടൊക്കെ. ഇവിടെ നിന്ന് താഴോട്ട് ഇതാക്കാനും പറ്റൂല. ബേബി സോംബി, തന്ത സോംബി 2 എണ്ണം എന്നെ കൊല്ലാറങ്ങിയിരിക്കുകയാണ്. ചത്താലും ഞാൻ ചാവൂലടാ തെണ്ടികളെ. ഇങ്ങനെ ഞാനത് പെട്ടെന്നൊന്ന് റൂഫങ്ങ് വെച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. എൻ്റെ അടുത്ത് മോൺസ്റ്റേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എൻ്റെ കിടന്നുറങ്ങാനും പറ്റില്ല. ഇവിടെ നമുക്കൊരു ടോർച്ച് വെക്കണം ഗൈസ്, ഇല്ലെങ്കിൽ മറ്റവന്മാർ സ്പോണാവും. എൻ്റെ മണ്ടേ സ്പോണായി കഴിഞ്ഞാലും എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. അത് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പുതിയ അറിവായി കൂട്ടിക്കോ. ക്രെഡിറ്റ് ഒന്നും തരണ്ട, സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഫ്രീ അഡ്വൈസ്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കൊക്കാച്ചി പിടിക്കും. മനുഷ്യന് സ്പാം ക്ലിക്ക് ചെയ്യാനും പറ്റണില്ലല്ലേ. വല്ല കീ മാപ്പറുണ്ടായിരുന്നെങ്കിൽ കൈ ഇങ്ങനെ മെനക്കെടുത്തുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതങ്ങ് പണിഞ്ഞിട്ടുണ്ട്. ഓ, ഈ ടോർച്ചിൻ്റെ വെളിച്ചം കണ്ട അമ്മേ. അയ്യാ, ഇവനെയാണ് എനിക്ക് പേടി. മോസ്റ്റ് അനോയിങ് മൂവ് എവർ. അവന്താ എൻ്റെ റൂമിൽ കയറി. അയ്യോ, തുറക്കടാ ഇത്. ഇവിടെ നിന്നിട്ട് ഡേർട്ട് വെച്ചിട്ട് പോവാ. അയ്യോ, അവരപ്പം ആ സമയത്ത് വന്നേക്കുന്നു. കൊച്ചിനെ തൊട്ടേര് പ്രതികാരം ചെയ്യാൻ വന്നതാണ് തോന്നുന്നത്. സബാഷ്. അയ്യോ, ഇനി എൻ്റെ വീട് എവിടെയാണോ? ഞാൻ എൻ്റെ ബെഡ് ഓടിച്ചളഞ്ഞു. ബെസ്റ്റ്. നമുക്കിനി നേരെ അങ്ങോട്ടേക്കോ. അതിന് മുമ്പ് നമുക്കൊന്ന് രാവിലെ ആക്കാം. ബെഡ് വെക്കാനും പറ്റിയില്ല. അവിടെ മോൺസ്റ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടിക്കോ. പെട്ടെന്ന് വീട്ടിൽ പോണം. അയ്യോ, ഇത് സ്കെൽട്ടനായിരുന്ന അമ്മേ. മറക്കന്തറ നോക്ക് ബാക്ക് ഉണ്ടോ?
പെട്ടെന്ന് വീട്ടിൽ പോയിക്കോ, ഇല്ലെങ്കിൽ വീട്ടിൽ സോംബികൾ കയറി ഇറങ്ങും. ഗൈസ്, നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഇനി നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും കൂടി പോകും എന്നാണ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നീന്താണ് ആനിമേഷൻ നോക്കും. നിങ്ങൾ മുകളിൽ നോക്ക് ഗൈസ്, കാളക്കാട്ടം കാണിക്കണം. ഇങ്ങോട്ടേക്ക് ചടി, ഇങ്ങോട്ടേക്ക് ചടാം. അയ്യോ, ഇനി ഇങ്ങനെ കയറി പോകണം. അവിടെ ഒരു നെതർ റൂയിൻസോ റൂയിൻഡ് നെതർ പോർട്ടൽ, എൻ്റെ പേര് പറഞ്ഞില്ല. റൂയിൻഡ് പോർട്ടൽ, റൂയിൻഡ് നെതർ പോർട്ടൽ. അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ അടുത്ത എപ്പിസോഡിലെ കണ്ട് അത് ശരിയാക്കാമെന്നല്ല. അയ്യോ, ഈ വീട് പണിയാൻ ഭയങ്കര പണിയാണല്ലോ. ചാത്തത് ഇപ്പോൾ എത്രാമത് ഞാൻ ചാവണം. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സ്കെൽട്ടൻ്റെ അടി കൊണ്ട് ചാത്തായിരുന്നു. അതൊരു മരണമായിരുന്നു. മരണം. ഇങ്ങോട്ടാണോ ഞാൻ കയറിപ്പോണേ? അയ്യോ, ഒക്കെ നമ്മളെങ്ങനെ ഇതിൻ്റെ മണ്ടേക്ക് എത്തി. എൻ്റെ വീട് ഓടറാ എൻ്റെ വീട്. ഇനി ആ അറ്റത്ത് പോയി നോക്കേണ്ടി വരും എൻ്റെ വീട്. ഗൈസ്, നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീട് കാണാനില്ല. വീടെവിടെ എൻ്റെ വീടെവിടെ? സൺഫ്ലവർ ഫീൽഡ്, ഗോൾഡ് ഫാം സെറ്റാക്കാം. ഇവിടെ ഒന്നുമില്ല എൻ്റെ വീട് കാണാനില്ലേ? ഞാൻ കോർഡിനേറ്റ്സ് എടുത്ത് നോക്കിയില്ല. എൻ്റെ ഈ വീഡിയോ നിർത്തിയിട്ട് വേണം കോർഡിനേറ്റ്സ് എടുത്ത് നോക്കാൻ. ദോഹിക്കണം എൻ്റെ വീട്. ഗൈസ്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എവിടെന്നോ ഒരു സ്കെൽട്ടൻ വന്ന് എന്നെ കൊന്ന് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് കേട്ടോ എനിക്ക്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാൻ സമയത്തിന് എപ്പിസോഡ് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് മീ ZG സൈനിങ് ഔട്ട്.